ഹായ് ഹലോ, ഞാൻ നിംസ് 777 ടാറോ റീഡിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ്സോടുകൂടി കുറച്ച് കാർഡ്സ് നമ്മളിവിടെ ഷഫിൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ മീനിങ്സിലേക്ക് പോവാം. അതിന് മുന്നേ കാര്യം പറയാനുള്ളത്, ഈ റീഡിംഗ് എന്ന് പറയുമ്പോൾ ടൈംലെസ് റീഡിംഗ് ആണ്, ജനറൽസ് റീഡിംഗ് ആണ്. ജനറൽ റീഡിംഗ് ആണ് നിങ്ങൾ എപ്പോൾ കാണുന്നുവോ അപ്പോൾ മുതൽ നിങ്ങളുടെ ലൈഫിലേക്ക് വാലിഡായി വരുന്ന റീഡിംഗ് ആണ്. റീഡിങ്ങിലേക്ക് പോവാം. ഇവിടെ ആദ്യത്തെ കാർഡ് തന്നെ ഒരു ഇമോഷനെയാണ് കാണിക്കുന്നത്, ഒരു നൊസ്റ്റാൾജിയാണ് കാണിക്കുന്നത്. 6 ഓഫ് കപ്സ് കാർഡാണ് കിട്ടിയിട്ടുള്ളത്. നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയാണ്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ചിന്തിക്കുന്നു, നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നു എന്ന് തന്നെയാണ് ഈ കാർഡ് പറയുന്നത്. കഴിഞ്ഞ ദിവസം അവരുടെ മനസ്സിലൂടെ പോയ കാര്യത്തെയാണ് യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരുന്നത്. റീകണക്റ്റിംഗ് വിത്ത് പീപ്പിൾ ഫ്രം ദി പാസ്റ്റ് എന്നാണ് ഈ കാർഡ് മീൻ ചെയ്യുന്നത്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ആലോചിക്കുന്നുണ്ട്, നിങ്ങളുമൊത്തുള്ള ആ ഒരു നിമിഷങ്ങളെക്കുറിച്ച് ഓർക്കുന്നുണ്ട് എന്ന് തന്നെയാണ് ഈ കാർഡ് പറയുന്നത്. അവർക്ക് നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്. ഒരു ഹാർമണിയാണ് ഈ കാർഡ് മീൻ ചെയ്യുന്നത്. നിങ്ങളിലേക്ക് നിങ്ങളുടെ പേഴ്സൺ മടങ്ങി വരുവാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അവര് ഉറച്ച തീരുമാനമെടുത്തതുപോലെ തന്നെയാണ് ഈ കാർഡ് പറയുന്നത്. നെക്സ്റ്റ് കാർഡ് ഏസ് ഓഫ് സോർട്സ് കാർഡാണ്. നിങ്ങളുടെ പേഴ്സന്റെ എനർജി തന്നെയാണ് ഈ കാർഡിലൂടെ പറയുന്നത്. ഏസ് ഓഫ് സോർട്സ് കാർഡ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ പേഴ്സൺ ഒരു ഐഡിയ കൊണ്ടുവരുന്നുണ്ട് അവരുടെ മനസ്സിൽ. നിങ്ങളും അവരും തമ്മിൽ നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആയിരിക്കണം, സെപ്പറേഷനിലായിരിക്കണം. അവർ നിങ്ങളുമായിട്ട് ഒരു കണക്ഷനെ ആഗ്രഹിക്കുന്നുണ്ട്, നിങ്ങളുമായിട്ടുള്ള ഒരു ക്ലാരിറ്റി വരുത്തുവാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളും അവരും തമ്മിൽ ഈ സെപ്പറേഷനിലാവാൻ കാരണം ഏതെങ്കിലും ഒരു കാരണം ഉണ്ടാവുമല്ലോ. ആ ഒരു കാര്യത്തിൽ ഒരു ക്ലാരിറ്റി വരുത്തണം, നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ പറയണം എന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് നിങ്ങളിലേക്കാണ്. അവർ ഒരു കമ്മ്യൂണിക്കേഷൻ ആഗ്രഹിക്കുന്നുണ്ട്. ആ പിക്ചർ നോക്കൂ. ഏസ് ഓഫ് സോർട്സ് കാർഡ് എന്ന് പറയുമ്പോൾ ആ ലക്ഷ്യത്തിലേക്കാണ് കാണിക്കുന്നത്. നിങ്ങളെന്ന വ്യക്തിയിലേക്ക് ഒരു മടങ്ങിവരവ് അവർ ആഗ്രഹിക്കുന്നു. നിങ്ങളില്ലാതെ അവർക്ക് ഇനി മുന്നോട്ട് പോകാനായിട്ട് പറ്റില്ല. അവരുടെ മെമ്മറി ഓർ തോട്ട് എന്നാണ് ഈ കാർഡ് പറയുന്നത്. അവർ ചിന്തിക്കുന്നുണ്ട്, നിങ്ങളെ ഒന്ന് കോണ്ടാക്ട് ചെയ്താലോ, നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ പറയണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവും അവർ ഇന്നെ കോണ്ടാക്ട് ചെയ്യില്ല, അവർ ലെറ്റ് ഇൻ ഗോ ആണ്. എന്നാൽ യൂണിവേഴ്സ് പറയുന്നത് അവർ മടങ്ങി വരുവാനായിട്ട് ആഗ്രഹിക്കുന്നു. കഴിഞ്ഞ ദിവസം അവർക്ക് ഉണ്ടായിട്ടുള്ളത് നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മയാണ്, നൊസ്റ്റാൾജിയാണ്. അവർ ഈ ബന്ധം ഉറപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. നിങ്ങളില്ലാതെ ഇനി അവർക്ക് പറ്റില്ല എന്ന് അവർ തീരുമാനിച്ചു കഴിഞ്ഞു. നെക്സ്റ്റ് കാർഡ് കിങ് ഓഫ് കപ്സ് കാർഡാണ്. കിങ് ഓഫ് കപ്സ് കാർഡ് എന്ന് പറയുമ്പോൾ വീണ്ടും അവരിൽ വന്നിട്ടുള്ള ഒരു ഇമോഷനെയാണ് കാണിക്കുക. അവരുടെ മനസ്സിൽ വളരെയേറെ സ്നേഹമാണ് നിങ്ങളോട് തോന്നുന്നത്. ഒരു പാഷനേറ്റ് സോളായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങളെ കുറേ മറക്കാനായിട്ട് അവർ ട്രൈ ചെയ്തിട്ടുണ്ട്, എന്നാൽ സാധിക്കുന്നില്ല. അപ്പോൾ അവർക്ക് മനസ്സിലാവുന്നത് നിങ്ങളും അവരും തമ്മിൽ പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഉണ്ട്, ഒരു റൊമാൻറ്റിക് ഫീല് വരുന്നുണ്ട്. സീക്കിംഗ് കണക്ഷൻ എന്നാണ് ഈ കാർഡ് പറയുന്നത്. അവർ നിങ്ങളുമായിട്ട് സംസാരിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു, നിങ്ങളെ കോണ്ടാക്ട് ചെയ്യുവാനായിട്ട് ആഗ്രഹിക്കുന്നു. നിങ്ങളോട് അവർക്ക് വളരെയേറെ സ്നേഹമാണ് തോന്നുന്നത്. നിങ്ങളോട് വളരെയേറെ സ്നേഹം എന്ന് പറയുമ്പോൾ പ്രേമം അല്ലേ, അതാണ് തോന്നുന്നത്. റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു കാർഡ് തന്നെയാണ് ഈ കാർഡ്. നെക്സ്റ്റ് കാർഡ് ദ ടവർ ആണ്. ടവർ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ പേഴ്സണ് വന്നിട്ടുള്ള മാറ്റത്തെയാണ് കാണിക്കുന്നത്. അൺഎക്സ്പെക്റ്റഡ് ചേഞ്ചിനെയാണ് ഈ കാർഡ് മീൻ ചെയ്യുന്നത്. അവർക്ക് അവരുടെ ലൈഫിൽ വളരെ പോസിറ്റീവായിട്ട് തോന്നിയിട്ടുള്ളത് നിങ്ങളാണ്. അവർക്ക് എല്ലാ തരത്തിലും സപ്പോർട്ട് നിന്നിട്ടുള്ളത് നിങ്ങളാണെന്ന് യൂണിവേഴ്സ് പറയുകയാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സെപ്പറേഷൻ അവർക്ക് വളരെയേറെ വേദന ഉണ്ടാക്കിയിട്ടുണ്ട്. കാരണം നിങ്ങളെന്ന വ്യക്തി അവർക്ക് കൊടുത്തിരുന്ന ആ ഒരു സപ്പോർട്ട് വേറെ എവിടെ നിന്ന് അവർക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ നിങ്ങളെന്ന പ്രകാശത്തിലേക്ക് നോക്കുകയാണ്, നിങ്ങളെന്ന വ്യക്തിയിലേക്ക് നോക്കുകയാണ്, നിങ്ങൾ ആരാണെന്ന് അവർ മനസ്സിലാക്കുകയാണ്. നിങ്ങൾ വളരെ പോസിറ്റീവായിട്ട് എല്ലാ കാര്യങ്ങളും അവർക്ക് ചെയ്തു കൊടുത്തിട്ടുണ്ട്. അവരുടേതായ എല്ലാ കാര്യങ്ങൾക്കും സപ്പോർട്ട് നിന്നിട്ടുണ്ട്. ആ ഒരു കാര്യം ഇപ്പോൾ മനസ്സിലാക്കുകയാണ് അവർ. അപ്പോൾ നിങ്ങളിലേക്ക് വരുവാനായിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട്. ടവർ ബ്രേക്ക് ആവുന്നുണ്ട്. നിങ്ങളെന്ന പ്രകാശത്തിലേക്ക് വരുവാനായിട്ട്, നിങ്ങളെന്ന ലൈറ്റിനെ നോക്കിയാണ് അവർ നിൽക്കുന്നത്. അവർ കഴിഞ്ഞ ദിവസം നിങ്ങളെ വളരെയേറെ മാനിഫെസ്റ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കും അവരെ മിസ് ചെയ്തായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടാവണം. കാരണം വെച്ച് കഴിഞ്ഞാൽ അവർ നിങ്ങളെ അത്രമാത്രം മാനിഫെസ്റ്റ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് കാർഡ് എന്ന് പറയുന്നത് 2 ഓഫ് കപ്സ് കാർഡാണ്. വീണ്ടും ഇമോഷനെയാണ് കാണിക്കുന്നത്. നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോട് തോന്നുന്ന അൺകണ്ടീഷണൽ ലവിനെയാണ് കാണിക്കുന്നത്. സോൾമേറ്റ് കണക്ഷനായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അവരെന്ന വ്യക്തി നിങ്ങളുമായിട്ടുള്ള പാസ്റ്റിനെ കണക്ട് ചെയ്യുന്നു, നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നു.
ലവ് ആണ് ഇവിടെ കാണിക്കുന്നത്. നിങ്ങളിലേക്ക് നിങ്ങളുടെ പേഴ്സൺ വരും. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരുമ്പോൾ ഇത് ഒരു കമ്മിറ്റ്മെന്റിലെത്തും, മാരേജിലെത്തും. ഇനി നിങ്ങളെ പിരിഞ്ഞു പോകാനായിട്ട് അവർക്ക് സാധിക്കില്ല. അവരുടെ ലൈഫ് എൻഡ് വരെ നിങ്ങൾ വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളോട് വളരെയേറെ സ്നേഹമാണ് അവർക്ക് തോന്നുന്നത്. ആ പിക്ചർ നോക്കിയാൽ തന്നെ മനസ്സിലാവും. നിങ്ങളുടെ സ്നേഹത്തെയാണ് കാണിക്കുന്നത്, നിങ്ങളുടെ അൺകണ്ടീഷണൽ ലവിനെയാണ് കാണിക്കുന്നത്. അവർക്ക് എത്രമാത്രം നിങ്ങളോട് സ്നേഹമുണ്ടോ അത്രയും സ്നേഹം നിങ്ങൾക്കുണ്ടെന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. അല്ലേ? നിങ്ങൾക്കും അവരെ മറക്കാനായിട്ട് സാധിക്കുന്നില്ല. നിങ്ങളുടെ ഓർമ്മ എന്ന് പറയുന്നതും അവരെക്കുറിച്ച് മാത്രമാണ്. കഴിഞ്ഞ ദിവസം നിങ്ങൾക്കും വളരെയേറെ മിസ്സിംഗ് ആണ് ഫീൽ ചെയ്തിട്ടുള്ളത്. അവർ നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നുണ്ട്. നെക്സ്റ്റ് കാർഡ് 10 ഓഫ് പെന്റക്കിൾ ആണ്. 10 ഓഫ് പെന്റക്കിൾ എന്ന് പറയുമ്പോൾ സ്പിരിച്വൽ ആൻഡ് മെറ്റീരിയൽ അബൻഡൻസ് എന്നാണ് പറയുന്നത്. നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയാണ്. അവർക്ക് വളരെയേറെ പ്രോഗ്രസ് ആണ് ഉണ്ടാകുന്നത് അവരുടെ കരിയറിൽ, അവരുടെ ലൈഫിൽ എന്ന് യൂണിവേഴ്സ് പറയാണ്. ഒരു കമ്മ്യൂണിറ്റിയും ഈ കാർഡ് മെയിൻ ചെയ്യുന്നുണ്ട്. അവരെന്ന വ്യക്തി നിങ്ങളുമായിട്ട് ഒരു ഫാമിലി ലൈഫ് ആഗ്രഹിക്കുകയാണ്. ബെറ്റർ ഫ്യൂച്ചർ ആണ് അവർ ആഗ്രഹിക്കുന്നത്. ആ പിക്ചർ നോക്കിയാൽ തന്നെ മനസ്സിലാവും അവർക്ക് നിങ്ങളെ നഷ്ടപ്പെടുത്താനായിട്ട് സാധിക്കില്ല. നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നു, നിങ്ങളുമായിട്ടുള്ള ഒരു ജീവിതം, പുതിയൊരു ജീവിതം അവർ ആഗ്രഹിക്കുന്നു. അവർ മടങ്ങി വരും എന്ന് തന്നെയാണ് വീണ്ടും കാർഡ്സ് പറയുന്നത്. ഇനി 4 കാർഡ്സിന്റെ മീനിങ് കൂടി പറയാനുണ്ട്. ആ 4 കാർഡ്സ് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്, നിങ്ങളുടെ എനർജിയാണ്. നോക്കാം. ആദ്യത്തെ കാർഡ് എന്ന് പറയുന്നത് നൈറ്റ് ഓഫ് പെന്റക്കിൾ ആണ്. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവറുടെ എനർജി തന്നെയാണ് യൂണിവേഴ്സ് ഈ കാർഡ്സിലൂടെ കാണിച്ചു തരുന്നത്. നോക്കാം. ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയുടെ എനർജിയാണ് കാണിക്കുന്നത്. നിങ്ങളിലെ ആ ഒരു ഹാർഡ് വർക്കിനെയാണ് യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരുന്നത്. നിങ്ങൾ വളരെയേറെ പോസിറ്റീവായിട്ടാണ് നിങ്ങളുടെ ലൈഫിനെ കാണുന്നത്. വളരെ ഡിറ്റർമിനേഷനോട് കൂടിയിട്ട് നിങ്ങൾ നിങ്ങളുടെ ഫ്യൂച്ചർ നോക്കി കാണുന്നു. രാവും പകലും അധ്വാനിക്കാന്ന് പറയില്ലേ, അതുപോലെ തന്നെയാണ് നിങ്ങൾ ചെയ്യുന്നത്. നിങ്ങൾ ഒരു നിമിഷം പോലും വെറുതെ ഇരിക്കുന്നില്ല. നിങ്ങൾ ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് നിങ്ങളുടെ ലൈഫിലേക്ക് എങ്ങനെ അച്ചീവ്മെന്റ് കൊണ്ടുവരാം, നിങ്ങൾക്ക് എങ്ങനെ പ്രോഗ്രസ് ഉണ്ടാക്കാം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നു എന്നാണ് ഈ കാർഡ് പറയുന്നത്. നിങ്ങൾക്ക് ചെറിയ രീതിയിലുള്ള ഏർണിങ്സ് ഇപ്പോൾ വരുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഹാർഡ് വർക്ക് മൂലം തന്നെയാണ്. എന്നാൽ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ തളരില്ല, നിങ്ങൾ തോറ്റുപോവില്ല, നിങ്ങളിലേക്ക് വലിയൊരു പുരോഗതി വരും. അതിനുള്ള ഒരു തുടക്കം മാത്രമാണ് നിങ്ങൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങളിലേക്ക് വളരെയേറെ വേദനയൊക്കെ വരുന്നുണ്ട് അല്ലേ? എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സിൽ ഒത്തിരി പേർക്ക് വളരെയേറെ പ്രയാസം ഉണ്ടാവുന്നുണ്ട്. നിങ്ങളുടെ എഡ്യൂക്കേഷൻ, കരിയർ, നിങ്ങളുടെ ലൈഫൊക്കെ നോക്കി കണ്ടുകൊണ്ട് തന്നെയാണ് നിങ്ങളിപ്പോൾ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. അവിടെ നിങ്ങൾ ഒത്തിരി പ്രയാസം അനുഭവിക്കുന്നുണ്ട് അല്ലേ? അപ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ഈ പ്രയാസമൊക്കെ, നമ്മൾ അനുഭവിക്കുന്ന ഈ വേദനയൊക്കെ യൂണിവേഴ്സ് കാണുന്നുണ്ട്. നിങ്ങൾ തുടക്കം മാത്രമേ ആയിട്ടുള്ളൂ. നിങ്ങളുടെ പ്രോഗ്രസ് എന്ന് പറയുന്നത് നിങ്ങളുടെ കൺമുന്നിൽ തന്നെയാണ്. നിങ്ങൾ അർഹിക്കുന്ന രീതിയിൽ യൂണിവേഴ്സ് അവിടെ നിങ്ങൾക്ക് ബ്ലെസ്സിങ്സ് തരുമെന്ന് തന്നെയാണ് ഈ കാർഡ് പറയുന്നത്. നിങ്ങളുടെ ഹാർഡ് വർക്കിനനുസരിച്ച് പ്രതിഫലം നിങ്ങൾക്ക് ലഭിക്കും. പ്രോഗ്രസ് തന്നെയാണ് കാണിക്കുന്നത്, അബണ്ടൻ ആണ് കാണിക്കുന്നത്. നിങ്ങളിലേക്ക് സക്സസ് എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങൾ ഡിറ്റർമിനേഷനോട് കൂടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം ചെയ്യുക, അതിനുള്ള പ്രതിഫലം നിങ്ങളിലേക്ക് യൂണിവേഴ്സ് എത്തിക്കും. നെക്സ്റ്റ് കാർഡ് എന്ന് പറയുന്നത് 2 ഓഫ് വാൻഡ്സ് കാർഡാണ്. 2 ഓഫ് വാൻഡ്സ് കാർഡ് എന്ന് പറയുമ്പോൾ നിങ്ങളിലെ പ്ലാനിങ്ങിനെയാണ് യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരുന്നത്. നിങ്ങളുടെ പേഴ്സണും നിങ്ങളും സെപ്പറേഷനിലാണ്, അത് തന്നെയാണ് ഈ കാർഡ് പറയുന്നത്. ഇവിടെ 2 വാണ്ട് ഉണ്ട്. ഒരു വാണ്ട് എന്ന് പറയുന്നത് നിങ്ങളുടെ പേഴ്സണോടുള്ള സ്നേഹവും കരുതലും തന്നെയാണ്. ആ വാണ്ടിനെ താൽക്കാലികമായിട്ട് നിങ്ങൾ മാറ്റി വെച്ചിരിക്കുകയാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി പ്രാവശ്യം നിങ്ങൾ നിങ്ങളുടെ പേഴ്സണെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടാവാം, മെസ്സേജ് ചെയ്തിട്ടുണ്ടാവാം, എന്നാൽ അവർ നിങ്ങളെ അവോയ്ഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്തത്? നിങ്ങൾ സെൽഫ് ലവ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ പ്രോഗ്രസ്സിലേക്ക് നോക്കിക്കണ്ടു അല്ലേ? അപ്പോൾ അത് തന്നെയാണ് യൂണിവേഴ്സ് പറയുന്നത്. താൽക്കാലികമായിട്ട് നിങ്ങളുടെ പേഴ്സണെ നിങ്ങൾ മാറ്റി വെച്ചു, എന്നാൽ പ്രതീക്ഷയോട് കൂടിയാണ് നിങ്ങൾ നിങ്ങളുടെ പേഴ്സണെ നോക്കിക്കാണുന്നത്. അവരെ നിങ്ങൾ ചേസ് ചെയ്ത് പോകണമെന്നില്ല, പക്ഷേ അവരുടെ ഓർമ്മകൾ നിങ്ങളിലുണ്ട്. ആ ഓർമ്മകൾ നിങ്ങളുടെ മനസ്സിൽ വെച്ചുകൊണ്ട് നിങ്ങൾ നോക്കിക്കാണുന്നതും അവരുടെ തിരിച്ചുവരവ് തന്നെയാണ്. അത് 100% ഷുവർ തന്നെയാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് അവർ മടങ്ങി വരാനായിട്ട്. എങ്കിൽ നിങ്ങൾ കുറച്ചുകൂടി ചിന്തിച്ചുകൊണ്ട് നിങ്ങളുടെ ലൈഫിനെയും കാണുന്നുണ്ട്. ആ പിക്ചർ നോക്കൂ. നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നത് നിങ്ങളുടെ പുരോഗതിക്ക് വേണ്ടിയിട്ടാണ്. ഇവിടെ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സിൽ ഒത്തിരി പേര് നിങ്ങളുടെ എഡ്യൂക്കേഷൻ, നിങ്ങളുടെ കരിയർ ഒക്കെ നോക്കി കാണുന്നുണ്ട്. ഒരു ഗ്ലോബിനെയാണ് കാണിക്കുന്നത്, ട്രാവലിങ്ങിനെയാണ് കാണിക്കുന്നത്.
വരും ദിവസങ്ങളിൽ നിങ്ങൾക്ക് ഒരു ട്രാവലിംഗ് ഉണ്ടെന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. അത് നിങ്ങളുടെ ബെറ്റർ ലൈഫിന് വേണ്ടിയിട്ടാണ്, ബെറ്റർ ഫ്യൂച്ചറിന് വേണ്ടിയിട്ടാണെന്ന് യൂണിവേഴ്സ് പറയുന്നു. അവിടെ നിങ്ങളെ ബ്ലെസ് ചെയ്യാനായിട്ട് യൂണിവേഴ്സ് ഉണ്ടെന്നാണ് പറയുന്നത്. നിങ്ങളിലേക്ക് വരുന്ന ഒരു പ്രോഗ്രസ്സിനെയാണ് യൂണിവേഴ്സ് ഈ കാർഡ്സിലൂടെ കാണിച്ചു തരുന്നത്. നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണോ വെയിറ്റ് ചെയ്യുന്നത് ആ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് പ്രോഗ്രസ് ആണ്. നിങ്ങളിലുള്ള ആ ഒരു പോസിബിലിറ്റിയാണ് യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരുന്നത്. നിങ്ങൾക്ക് വരാൻ പോകുന്ന ഒരു കംഫർട്ട് സോണിനെയാണ് യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരുന്നത്. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സിൽ ഒത്തിരി പേര് ഓപ്പർച്യൂണിറ്റിക്കായിട്ട് വെയിറ്റ് ചെയ്യാണ്, അവസരത്തിനായിട്ട് വെയിറ്റ് ചെയ്യാണ്. അവസരം നിങ്ങളുടെ കൺമുന്നിൽ ഉണ്ടെന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങളിലേക്ക് വരാൻ പോകുന്നത് നിങ്ങളുടെ ഹാർഡ് വർക്കിൻ്റെ ഫലമാണ്. നിങ്ങൾ എന്താണ് യൂണിവേഴ്സിൽ സറണ്ടറായി പ്രാർത്ഥിക്കുന്നത് ആ ഒരു കാര്യം നിങ്ങളിലേക്ക് എത്തും എന്ന് തന്നെയാണ് ഞാനും പറയുന്നത്. നെക്സ്റ്റ് കാർഡ് 6 ഓഫ് സോർട്സ് കാർഡാണ്. നിങ്ങളുടെ എനർജി തന്നെയാണ്. ഒരു ട്രാൻസിഷനെയാണ് ഇവിടെ യൂണിവേഴ്സ് ഈ കാർഡ്സിലൂടെ കാണിച്ചു തരുന്നത്. നിങ്ങളിലേക്ക് വരാൻ പോകുന്ന ഒരു മാറ്റത്തെയാണ് യൂണിവേഴ്സ് കാണിക്കുന്നത്. ഹെൽപ്പ് അറൈവിംഗ് അറ്റ് ദി പെർഫെക്റ്റ് ടൈം എന്ന് യൂണിവേഴ്സ് പറയുന്നു. നിങ്ങൾ ചെയ്യേണ്ട കാര്യം നിങ്ങൾ ചെയ്യുക. നിങ്ങൾ ഏതൊരു കാര്യത്തിനാണോ ഇപ്പോൾ ഇറങ്ങി പുറപ്പെടുന്നത് ആ കാര്യം ചെയ്യുക. ഒരു യാത്രയെ നിങ്ങൾക്ക് കാണിക്കുന്നുണ്ടെന്ന് ഈ ഒരു കാർഡിൽ പറയുന്നുണ്ട്. നിങ്ങൾക്ക് യൂണിവേഴ്സ് അവിടെ ബ്ലെസ്സിങ്സ് ആണ് കാണിക്കുന്നത്. നിങ്ങൾ പ്രതീക്ഷിക്കാത്ത നേരത്ത് നിങ്ങൾക്കായിട്ട് സപ്പോർട്ട് നിൽക്കാനായിട്ട് വ്യക്തികൾ വരും, അല്ലെങ്കിൽ യൂണിവേഴ്സിന്റെ ബ്ലെസ്സിങ്സോട് കൂടിയിട്ട് ഏഞ്ചൽസ് വരും. നിങ്ങൾ ഒട്ടും പേടിക്കരുതെന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങൾക്ക് ചിലപ്പോൾ സംശയം ഉണ്ടാവാം, നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യത്തിൽ തടസ്സം വരൂ ഇല്ലേ എന്നൊക്കെ. എന്നാൽ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ വിഷമിക്കേണ്ട, നിങ്ങൾക്കൊരു തടസ്സവും വരില്ല. നിങ്ങൾ പോകുന്ന ആ വഴിയിൽ യൂണിവേഴ്സ് അതിനുള്ള ഒരു ഹെൽപ്പ് തരും. നിങ്ങൾ എന്ന വ്യക്തിയിലേക്ക് വരാൻ പോകുന്ന ആ ഒരു സപ്പോർട്ടിനെയാണ് യൂണിവേഴ്സ് ഈ കാർഡ്സിലൂടെ കാണിച്ചു തരുന്നത്. നിങ്ങളുടെ ജേർണിയിൽ, നിങ്ങളുടെ യാത്രയിൽ യൂണിവേഴ്സ് നിങ്ങളുടെ കൂടെ ഉണ്ടെന്നാണ് പറയുന്നത്. സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു ബ്ലെസ്സിങ്സ് തന്നെയാണ് കാണിക്കുന്നത്. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സിൽ ഒത്തിരി പേര് വളരെ പോസിറ്റീവായിട്ട് എടുക്കുക. നിങ്ങളുടെ ലൈഫ് മെച്ചപ്പെടാൻ പോവാണ്. നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനേക്കാളും ഒരു പടി മേലേക്ക് തന്നെയാണ് നിങ്ങളുടെ യൂണിവേഴ്സ് നിങ്ങളെ സഹായിക്കാൻ പോകുന്നത്. നെക്സ്റ്റ് കാർഡ് എന്ന് പറയുന്നത് 9 ഓഫ് കപ്സ് കാർഡാണ്. നിങ്ങൾക്ക് യൂണിവേഴ്സ് ഗിഫ്റ്റ് തരുന്നു എന്നാണ് പറയുന്നത്. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സ്, നിങ്ങളുടെ ആഗ്രഹം എന്ത് തന്നെയായാലും അത് യൂണിവേഴ്സിൽ സറണ്ടറായി പ്രാർത്ഥിക്കുക. ആ പ്രാർത്ഥിക്കുന്ന ഓരോരുത്തർക്കും യൂണിവേഴ്സ് അർഹമായിട്ടുള്ള ഗിഫ്റ്റ് തരുന്ന പറയുന്നത്. നിങ്ങളുടെ ഡിസയേഴ്സ് സാധിക്കാൻ പോവാണ്. നിങ്ങളുടെ പേഴ്സണെ കുറിച്ചാണോ നിങ്ങളുടെ ചിന്ത? അവർ മടങ്ങി വരുമോ എന്നുള്ള ചിന്തയിലാണോ നിങ്ങൾ ഇപ്പോഴും റീഡിങ് കാണുന്നത്? എങ്കിൽ ഞാൻ പറയാണ്, നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് മടങ്ങി വരും. യൂണിവേഴ്സ് അങ്ങനെ ഒരു ഗിഫ്റ്റ് നിങ്ങൾക്ക് തരും. നിങ്ങളുടെ എഡ്യൂക്കേഷൻ, നിങ്ങളുടെ കരിയർ, ഇതിലാണ് നിങ്ങൾക്കൊരു മാറ്റം വേണ്ടതെന്ന് ആഗ്രഹിക്കുന്നതെങ്കിൽ അവിടെയും യൂണിവേഴ്സിന്റെ ബ്ലെസ്സിങ്സ് തന്നെയാണ് കാണിക്കുന്നത്. യൂണിവേഴ്സ് നിങ്ങളെ കാണുന്നുണ്ട്. അർഹമായ സമയത്ത് നിങ്ങൾക്കുള്ള ബ്ലെസ്സിങ്സ് യൂണിവേഴ്സ് തരും. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു കാര്യം വൈകിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, മറ്റുള്ളവരെ പോലെ എനിക്ക് സാധിക്കുന്നില്ലല്ലോ യൂണിവേഴ്സ് എന്ന് നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ, അത് നിങ്ങൾക്ക് കുറച്ചുകൂടി നല്ലത് തരാനാണെന്ന് കരുതുക. മറ്റുള്ളവരെ പോലെ ആണോ നിങ്ങൾ? അല്ലല്ലോ. നിങ്ങൾ യൂണിവേഴ്സിൽ അതുപോലെ പ്രാർത്ഥിക്കുന്നില്ലേ? അപ്പോൾ നിങ്ങൾക്ക് യൂണിവേഴ്സ് കറക്റ്റായിട്ടുള്ളത് കറക്റ്റായിട്ടുള്ള ടൈമിൽ തരും. യൂണിവേഴ്സിന്റെ ബ്ലെസ്സിങ്സ് ഉണ്ടെന്ന് തന്നെയാണ് ഞാനും പറയുന്നത്. ഇവിടെ നിങ്ങളുടെ പേഴ്സണെ കുറിച്ചാണ് നിങ്ങൾ ചിന്തിക്കുന്നതെങ്കിൽ അവർക്ക് മാറ്റം വന്നിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം അവർ നിങ്ങളിലേക്ക് വരുവാനായിട്ട് വളരെയേറെ ചിന്തിച്ചിട്ടുണ്ട്, ഉറപ്പിച്ചിട്ടുണ്ട്. ഒരു ഡിസിഷനെയാണ് കാണിക്കുന്നത്. അവർ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യുവാനും നിങ്ങളിലേക്ക് വരുവാനുമുള്ള എല്ലാ സാധ്യതയും യൂണിവേഴ്സ് ഈ കാർഡ്സിലൂടെ കാണിച്ചു തരുന്നുണ്ട്. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സ് എല്ലാവരും ഒരേ എനർജി അല്ല, ഡിഫറെൻ്റ് എനർജിയാണ്. നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾക്ക് ഇത് വാലിഡ് ആവുകയാണെങ്കിൽ നിങ്ങൾ യൂണിവേഴ്സിനോട് പ്രാർത്ഥിക്കുക, മാനിഫെസ്റ്റ് ചെയ്തെടുക്കുക, കണക്ട് ചെയ്യുക. ഈ റീഡിംഗ് ഞാനിവിടെ എൻഡ് ചെയ്യുകയാണ്. ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പേഴ്സണലായിട്ടും അല്ലാതെയും അറിയിക്കുക. പേഴ്സണൽ റീഡിംഗ് വന്നാലേ നിങ്ങളുടെ ആക്യുറേറ്റ് റീഡിംഗ് എനിക്ക് പറഞ്ഞു തരാനായിട്ട് സാധിക്കുള്ളൂ. നിങ്ങൾക്ക് എന്നെ കോണ്ടാക്ട് ചെയ്യാം. നിങ്ങൾക്കൊരു ഗൈഡായിട്ട് എന്നും ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടാവും. കൂടുതൽ വീഡിയോസുമായിട്ട് നിങ്ങൾക്ക് മുന്നിൽ ഞാൻ വരും. നിങ്ങളുടെ സ്വന്തം നിംസ്.